வணக்கம் மக்களே, வெல்கம் டு சேனல். நான் சினி பிரபாகர். நீ கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாம் பார்ட் 1 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருக்கேன், போய் பாருங்க. இப்போ நம்ம பார்ட் 2க்குள்ள போயிடலாம். அடிச்ச சரக்குல இறங்கி தலைவர். என்ன ஹரிஷ் அசோகன் வந்து ஜீசஸ் கெட்டப்ல வந்திருக்காரு. டிஃபரன்ஸ் இப்ப நல்லா தெரியுது. இது யாரு? அந்த கபடியில் அடி வாங்கினாங்கல்ல அவனுங்க நினைக்கிறேன். அந்த ஒரு ஜோசியர் கொண்டாங்கல்ல, அதோட பையன் இருக்கலாம். கபடியில வின் பண்ணலாம், அவன் தான் வில்லன். ദൈവം തരും. എടാ അച്ചുവേ, ഇത്രയും കാലം ചികിത്സയും നേർച്ചയൊക്കെ നടത്തിയിട്ട് ഒരു ഗുണം ഉണ്ടായില്ലടാ. തകരാറ് നിനക്കോ നിന്റെ ഭാര്യക്കോ? പാരമ്പര്യ ഒരമ്മാവനുള്ളതിന് പിള്ളേരില്ലല്ലോ. ഇവനൊട്ടനി ഉണ്ടാവാനും പോണില്ല. ഇനി ജനിക്കുന്ന കൊച്ചും ഊമയായി പോകുന്ന കരുതി ആര് വേണ്ടെന്ന് വെക്കുന്നതാണോടാ? ഒരൊറ്റ ആളെ സ്വരുമഞ്ച് വീട്ടിൽ വന്ന് പരീക്ഷിച്ച് കാണിച്ചു നമ്മുടെ പന്ന പുന്നാര മോനെന്നാ പറഞ്ഞത്. മനസ്സിലായടാ? പൊലക്കാട്ടുശ്ശേരി ഭരത പന്നി. கூடவே டிரான்ஸ்லேட்டர் வச்சிருக்காரு. முடிய பத்தியா காசுல பறக்குது. ഇല്ലെങ്കിൽ കാണിച്ചു കൊടുത്തേനെ. ஆமாடா, നമുക്കൊരു പെറ്റീഷൻ കൊടുത്താലോ? പെറ്റീഷൻ കൊടുക്കാനാ? ആ SI ശ്യാമണ്ണല്ലേ ഇവരുടെ ബാലെ ട്രൂപ്പിലെ പ്രധാന നടൻ. சலீம். சலீமோட பையன் தான் லோக்கல்ல வந்து தெரியும் தானே? அந்த கவுச்சில கிடந்தது அவரு கிடையாது. அந்த வானத்தை பார்த்துட்டே இருப்பாரு. റോമനക്കുട്ടാ, അഞ്ചാമത്തടി ദുര്യോധന്റെ നീ വെറുതെ എന്നെ ആശാന്റെ വായിന്ന് ചീത്ത കേൾപ്പിക്കും. സോറി സർ. ഇതാരാ? எனக்கு டீ. സാർ പുതിയ ബട്ടൺ ട്രാൻസ്ഫർ ആയി വന്നതാണല്ലേ എന്റെ ചേട്ടാ. ഇവിടെ ഉള്ളവർക്ക് തന്നെ ഒരു പണിയില്ല, പിന്നെ നല്ലൊരു കലാഹൃദയം ഉള്ളതുകൊണ്ട് ബോറടിക്കാതെ അങ്ങനെ ജീവിച്ചു പോകുന്നു. ഇവിടെ ആകെ വരുന്ന കേസ് അതിർത്തി തർക്കോ. ഒരു കള്ളനെ കുനിച്ചിൽ തിരിച്ച് കാലം മറന്നു. വല്ലപ്പോഴും മരുഭൂമി പെയ്ത മഴ പോലെ ഒരു ക്രിമിനൽ കേസ് വരണമെങ്കിൽ ഉണ്ടല്ല പൊള്ളാച്ചി നിങ്ങ് വരണം. ഇരട്ടകളാ, അതുപോലെ തന്നെ പരട്ടകളും ഒരു രണ്ടും തമ്മിൽ മാറിപ്പോവും. പക്ഷേ എനിക്ക് മാറില്ല. പേന കൊണ്ട് ഞാൻ കവിളിൽ കറുത്ത് മറകിട്ടിരിക്കുന്ന ഇവനാണ് അപ്പു, മറിയില്ലാത്തവൻ അച്ചു. നമ്മൾ ആരാ മോൻ? പേടിക്കണ്ട, ഇത് കേസൊന്നും ആയിരിക്കില്ല. ഒന്നില്ലെങ്കിൽ എന്റെ ഭാര്യ അല്ലെങ്കിൽ അവന്റെ ഭാര്യ. ഹലോ, ഞാൻ പറഞ്ഞില്ലേ? ഇവിടെ പറഞ്ഞാടി മോളെ കരച്ച് വെച്ച മതി. കോട്ടമ്പള്ളി പറഞ്ഞേ. പിന്നെ മോളെ, ഞാൻ റിഹേഴ്സൽ കഴിഞ്ഞേ വരൂ. നീ ഇത്തിരി വെള്ളം ചൂടാക്കി വെച്ചത് ഇന്നൊക്കെ ധൈര്യത്തുള്ളതാ. ஹார்மோனியம் தானே அது. ஆடும்போது மொரட்டாலா இருக்கு. சலீம் டபுள் ஆக்டா இல்ல என்னடியா? இல்ல எனக்கு கொஞ்சம் தொடையில அடிச்சாரு. നിന്റെ കഥാപാത്രത്തിന്റെ പേരെന്താ? എന്താ പറഞ്ഞ പേര്? ദുരാഹരിയായ ദുര്യോധനൻ. ഇവൻ ഭീമസേനൻ. ഭീമസേനൻ ദുര്യോധനന്റെ തുടക്കടിച്ച് ദുര്യോധനെ വീഴ്ത്തണം. അതിന് പകരം നീ എന്തിനാ ഭീമസേനെ തുടക്കടിച്ച് വീഴ്ത്തിയത്? കാലം കുറേയില്ലേ ഭീമസേനൻ ദുര്യോധനെ തുടക്കടിക്കാൻ തുടങ്ങിയിട്ട്. ഇത്തവണ ദുര്യോധനൻ ഭീമനെ തുടക്കടിച്ച് ഒരു ചേഞ്ചൊക്കെ. ഓഹോ, അങ്ങനെയാ നീ ഭീമസേനെ തോക്കെടുത്ത് വെടിവെക്കുവോ? പുരാണം നിനക്കൊക്കെ മാറ്റിമറിക്കാനുള്ളതാണോടാ സമമേ. നാറ്റിക്കരുത്, പബ്ലിക്കിന് പോലീസും ഒക്കെ അവിടെ. ഇവിടെ ആർട്ടിസ്റ്റുകളെല്ലാം എനിക്ക് ഒരുപോലെയാ. നീ അപ്പുറത്ത് മാറുന്ന പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കിയിട്ട് സ്റ്റേജ് കയറിയാ മതി. പോടാ ഭീമ. തുണി പിടിച്ചെടുക്കും. சொல்லிட்டாரு. നീ ആദ്യ രംഗം ഇന്ദ്ര സദസ് നോക്കാം. துரியோதனன்ல புடவை இழுத்துட்டு வந்துருக்காரு. இது நச்சு அப்புவா? அதான் கன்ஃபியூஷன். இவர் இருக்காரு, நச்சுவா தான் இருக்கும். നാരായണ നാരായണ നാരായണ. இப்ப டயலாக் சொல்றாரு. ദേവലോകത്തിന്റെ അധിപനായ ദേവേന്ദ്രന്
വന്ദനം. ഇന്ദ്രലോകത്തേക്ക് അങ്ങേക്ക് ഹാർദവമായ സ്വാഗതം. അങ്ങയുടെ ആഗമനം നമ്മെ ആനന്ദചിത്തനാക്കിയിരിക്കുന്നു. வாய்ஸ் இல்லாதவருக்கு வாய்ஸ் கொடுக்கறதுக்காக நட்ராமா. അഭിനയിക്കാൻ പറ്റിയ ലോകത്തെ ഏക കല ബാലെ തന്നെ. ഈ സന്തോഷം നമ്മൾ ആഘോഷിക്കുകയാണ്. കടന്നു വരട്ടെ ദേവലോക നർത്തകികൾ. நர்த்தகிகள் கோபிகா. இருக்கலாம். ஏய் ഉർവശി, ஊர்வசி, ரம்பை, மேனகை தானே? ஓகே. രംഭ, ரம்பா. ഇത് മേനകை. വൃത്തികെട്ടവനെ, എന്താണ് ഈ കാണിക്കുന്നത്? മേനകയുടെ മേനക എവിടെ പോയി? അറിഞ്ഞില്ലേ? മേനക പരശുരാമന്റെ കൂടെ ഒളിച്ചോടി പോയി എന്ന് ചെറിയൊരു ന്യൂസ് കേട്ടു. ഭീഷ്മരായിട്ട് അഭിനയിക്കുന്ന നമ്മുടെ അടിച്ചടി വെച്ച്. സുധാകരൻ ഭാര്യയുടെ അവള്. അത് കാരണം ഭീഷ്മര് വെള്ളം അടിച്ച് ഷാപ്പിൽ കിടക്കുക. കുരുത്ത ദോഷികള്. എന്നാൽ ஐயோ பீஸ்டும் போயிட்டா. അല്ല അച്ഛൻ, മേനക ஓ பொசசிவான வைஃபா? வைஃபா? ஆமா, இவங்க ரெண்டு கல்யாணம் ஆயிடுச்சுல. തൊടയുടെ എക്സ്റേ എടുക്കേണ്ടി വരുമെന്ന്. ഭീമ അടിച്ചു പോണത്. അച്ചോട്ടാ, അച്ചോട്ടന്റെ മനസ്സിലൊന്നുമില്ലെന്ന് എനിക്കറിയാം. അച്ചോട്ടൻ പാവാ. പക്ഷെ അവളുണ്ടല്ലോ, ആ സുലോചന, അവൾ ആളത്ര ശരിയല്ല. കാണുമ്പോ ചിരിച്ചു കാണിച്ചിട്ട് മാറി ഇന്ന് കുറ്റം പറയുന്ന ആ മഞ്ജു പറയുന്നത്. അത് നമുക്ക് കുട്ടികളില്ലാത്തോണ്ട് അച്ചോട്ടിന് രണ്ടാമത് കെട്ടാൻ ആഗ്രഹം ഉണ്ടെന്ന്. എനിക്ക് സമ്മതാണോന്നോ? അത് മാത്രല്ല, സ്വന്തം ട്രൂപ്പ് ആയതുകൊണ്ട് മാത്ര അച്ചോട്ടിന് ഇപ്പോഴും ഹീറോ ആയിരിക്കുന്നത്. അച്ചോട്ടിന് അഭിനയിക്കാൻ അറിയില്ലെന്ന് അവള് പറഞ്ഞു. எதுக்குமே கோவரல, இது கோவம் வருது. கல்யாணம் பண்ணிக்கிறது எப்படி கோவம் வரும்? உனக்கு എന്താ പറയുന്നത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നമ്മുടെ അച്ഛനെ അഭിനയിക്കാൻ അറിയാൻ പാടില്ലെന്ന് നീ പറഞ്ഞ എത്ര നടന്മാരെ അഭിനയിച്ച് കാണിക്കുന്ന അറിയാമോ? ആ സുരേഷ് ഗോപിനൊന്ന് കാണിച്ചേ. സുരേഷ് ഗോപി കണ്ടോ? ഇപ്പൊ ഷൈൻ ചെയ്യും. ആ സ്പീഡ് ചാടാൻ സുരേഷ് ഗോപിയതാ. മമ്മൂട്ടി. ഡയലോഗ് വലത്തെ കുത്തി, ഇടത്തെ കുത്തി. ഇത് என்ன റെഫറൻസ് തെരല. മോഹൻലാൽ. മോഹൻലാൽ കണ്ടോ? മോഹൻലാൽ. ஆமாப்பா, அதே ரன்னிங்மா. നീ പറഞ്ഞാലും മനസ്സിലായി. சவாரி നടുമിന്നു. പേടിക്കണ്ട, ഫിഗർ പിടിക്കണേ. ഈ ദിലീപ് ഏട്ടൻ பண்ணல. എടാ ഉറച്ചി മൊത്തം ചക്കത്തി എടുത്തിട്ട് പോല ഇരിക്കേ. അരപ്പവും കുറഞ്ഞു കാണും. മതി ലക്ഷ്മി. അതെ, മാറ്റി ഇത്തിരി കുറവാ. ഒരു 4000 രൂപ തരാം. അയ്യോ അങ്ങനെ പറയല്ലോ ലക്ഷ്മി. അച്ചു ആയിരുന്നെങ്കിൽ എനിക്ക് 5 രൂപ തികച്ചു തന്നേനെ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യും. അച്ചുവേട്ടനെ ഉത്സവ പിരിവിന് പോയിരിക്കാം. നേരിട്ട് കാണുമ്പോ 5 രൂപ മേടിച്ചു. വേണ്ട, 4000 മതി. അങ്ങനെ വഴിക്ക് വാ. അവറാച്ചോ, ഓ തന്റെ അഭ്യാസമൊന്നും അവിടെ അടുത്ത് നടക്കില്ല. കിട്ടിയതും മേടിച്ചോണ്ട് വേഗം സ്ഥലം വിടാൻ നോക്ക്. അച്ഛാ, ഊണെടുക്കാറായോ? വേണ്ട മോളെ, അച്ഛൻ കാണട്ടെ. ഉത്സവ കമ്മിറ്റി പ്രസിഡന്റ് സംഭാവന പിരിക്കാൻ നടന്ന് ഇനി ഏത് സമയത്ത് വരാനാ? അച്ചുവേട്ടൻ വരാൻ ഒരു നേരവും. നീ അച്ഛനുള്ള ഭക്ഷണം എടുത്ത് മേശപ്പുറത്ത് വെച്ചോ. അച്ചോട്ടനെ കണ്ടെങ്കിൽ പറഞ്ഞ കാശെങ്കിലും കിട്ടിയേനെ. അവനുണ്ട് അവിടെ അച്ചു. ഏയ് അച്ചോടെ ഇല്ല. ആശ്വാസമായി. ആശാനേ, അച്ചില്ല പറയാൻ. ആരാടാ? ഞാനാശാനെ ഗോവിന്ദൻ. വാടാ. അപ്പോട്ട് വന്നില്ലേ? ഇല്ല, വന്നില്ല. അയ്യോ, അവിടെ ഭയങ്കര തിരക്കല്ലേ, നിന്ന് തിരിയാൻ നേരമില്ല. നീ ഇതെല്ലാം കൊണ്ടുപോയി അച്ഛന് കൊടുക്കുന്നു പറഞ്ഞ് എന്നെ ഏൽപ്പിച്ചതാ. എനിക്കറിയാം അവൻ വരില്ല. അവൻ വരണമെങ്കിൽ തല്ലുകൂടാൻ ഇവിടെ എന്തെങ്കിലും ഒരു കാരണം വേണം. അങ്ങനെയാണെങ്കിൽ അവൻ പാഞ്ഞെത്തിക്കോളും. വന്നാലും രണ്ടുപേരും തമ്മിൽ ചേരില്ലല്ലോ, അതുകൊണ്ടായിരിക്കും. ആ, ഒരേ ചോരയാണെങ്കിലും തമ്മിത്തല്ലാനല്ലേ അവന്മാർക്ക് അറിയൂ. ഇവന്മാരുടെ തമ്മിത്തല്ല് കണ്ട് ഒരുപാട് തിണ്ടിച്ച എന്റെ அப்ப இவங்க சேர்றதுதான் கதையில்ல. ആശാൻ വിഷമിക്കണ്ട, രണ്ടുപേരും കുറച്ചുകൂടെ വളർന്ന് വലുതാവട്ടെ, എല്ലാം ശരിയായിക്കോളും. അല്ല, ഞാൻ இன்னும் വളരണം. ചരക്ക് വണ്ടിയിലിരിക്കുക. ഇനി എവളതപ്പാ വളർന്നു. ദൈവമേ, ഒന്ന് കണ്ണു കെറ്റിയപ്പോഴേക്കും എല്ലാം പുറത്തു ചാടിയ. ஓ പേടിക്കുന്ന കൊല്ലാനുള്ള കോഴിയല്ലേ. என்ன பொட்டு பொட்டு இத்தனை கோழி பிடிச்சிட்டாரு. தானே இல்ல போண்டா கோழி நம்ம வீட்டுல வளர்த்த முடியாது. போச்சு. நேரா போய் வரட்ட மாட்டோம்.
നോ കോഴി കുളിക്കാൻ പോണം. എന്നാ പിന്നെ നാളെ നമ്മള് കമ്പനി അയ്യോ അച്ചു റെഡിയാവും പറ ഒന്ന് കാണാൻ പറ്റണില്ല. அவர் கீழே அவருக்கு நோட் பண்ணல அவரு போச்சு இப்ப வந்துருவாரு அவரு. அச்சு வந்து இவர் அடிச்சா அப்புறம் அப்பு வருவாரு. நல்லா இருக்குல்ல இடமே. பக்கத்துல வந்து தென்னந்தோப்பு, மாடு, ஆடு, இந்த மாதிரி ஒரு லைஃப் தான் எனக்கு வேணும். ஐயோ அடிச்சு பள்ளி உடைச்சிடுறா. ஆ. ഇത് റിഹേഴ്സലാ അതാ ഒറിജിനലാ உற்சவம் பொலிக்கும். ஒரிஜினல். என்ன சொல்றாரு ആശുപത്രിയിൽ എത്തിക്കടാ. நீ டிரான்ஸ்லேட் பண்ண. இவெல்லாம் ஒரு ஆளா? ம், ம். ஒரு பொண்ணு குளிக்கிறத பாத்துட்டு இருக்கான் அப்படி சொல்லிருப்பாரு. ഈശ്വര ഇനി ഇതാ என்னடா அள்ளி போட்டு போறீங்க? എന്തെല്ലാം പുലിവാൽ அப்பெல்லாம் கருப்பாட்டம் இருக்கும்ல புலிவால் புல்லட் Nice. എടുത്തു ലാരിയോടെ വരാ. അവൻ എന്നെ തല്ലി മൂക്കോടെ കരുവാക്കി കളഞ്ഞു. നിന്നോടുള്ള ദേഷ്യം അവൻ എന്നോടാ തീർത്തത്. இவருக்கும் தெரியாது எதுக்கு. ഞാൻ ഒരു തെറ്റും ചെയ്തില്ല. இவருக்கும் தெரியாது அந்த அங்க ஒரு பொண்ணு குளிச்சிட்டு இருந்தாங்க. കേരള ജീപ്പില് എന്തിനാണെന്നാ ഒരുത്തനെ ഇടിച്ച് കൊല്ലാൻ നോക്കിയതിന് എന്റെ സ്വഭാവം പറഞ്ഞ് ചീത്തക്കരുത്. ഏട്ടഞ്ഞ് കഴിഞ്ഞ പിന്നെ തല്ലുകൊള്ളാൻ നിർത്താറില്ല ഞാൻ. എന്നെ വെറുതെ തല്ലു ഒളിപ്പിക്കാതെ വന്ന് കേറച്ചു. ശ്യാമളം പറയുന്നത് അനുസരിക്കച്ചു. നീ ചെല്ല്. ശ്യാമണ്ണോ തന്റെ മടിയിലിരിച്ചു പേറ്റത് സാറിന് വിടോ. ഞാൻ നിന്റെ ആശാനല്ലേ ശ്യാമള. ആശാനും കൂശാനൊക്കെ അങ്ങ് വാലയില് യൂണിഫോം ഇട്ട് കഴിഞ്ഞാൽ ഇപ്പൊ SI. മോനെ ഒരു ഗുണ്ടയായിട്ട് വളർത്താനാണ് തന്റെ ഉദ്ദേശമെങ്കിൽ ഇടിച്ചു തന്നെ ഞാൻ ഒന്നുമില്ല. ഒരു ഗുരുദക്ഷിണ കൊടുത്തതാ, ചുമ്മാ പേടിപ്പിച്ചതാ. എന്റെ കൈമേലെ കണ്ടാതെ വേഗം വണ്ടി കേറച്ചു. എന്ത് എന്തിനാ കേസാക്കാൻ ആരാ പരാതി തന്നേന്ന്? നിന്നെ ഇവിടെ നിന്ന് ഉടനടി പൊക്കണമെന്ന് സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്ത് പറഞ്ഞത് മറ്റാരുമല്ല, ഈ നിൽക്കുന്ന നിന്റെ സ്വന്തം അച്ഛൻ തന്നെയാ. ഓ ഷിറ്റ്. ശരിയാടാ, ഞാൻ തന്നെയാ വിളിച്ചു പറഞ്ഞത്. മറ്റൊന്നും കൊണ്ടല്ല. ഇതറിഞ്ഞ് അപ്പോ എങ്ങാനും വന്നാൽ അത് കണ്ടു നിൽക്കാനുള്ള കരുത്ത് എനിക്കില്ല. ഈ കേസിൽപ്പെട്ട് നീ സ്റ്റേഷനിലാണെന്ന് അറിഞ്ഞാൽ അവൻ അങ്ങ് തണുത്തോളും. നിനക്കിപ്പോ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം ശ്യാമളന്റെ സ്റ്റേഷൻ തന്നെയാ. ഒരു അഡ്ജസ്റ്റ്മെന്റ് അച്ഛൻ ഒന്ന് സഹകരിക്കണം. കൈക്കൂലി വാങ്ങിച്ചിട്ട് പറയല്ല. അടുത്ത ഭാര്യയിൽ ശ്രീകൃഷ്ണൻ ആക്കാമെന്ന് ആശാന്റെ ഓഫർ ഉള്ളതുകൊണ്ട് പറയാ. ചെല്ലു ചെന്ന് നമ്മുടെ ചൈതന്യ രഥത്തിൽ കയറും. കാരാഗൃഹത്തിന്റെ വാതിൽ നിനക്കായി നാം തുറന്നു തരാം. വരൂ, വലതുകാൽ വെച്ച് വരൂ. ഇത്രയും നാളിതൊരു ഭാർഗവി നിലയമായിരുന്നു. இவர் யாருப்பா ஒரு டான்ஸ் மோட்ல இருக்காரு. ഇതാണ് ഞാൻ ഭാർഗവി നിലയം. ഓ ഗോസ്റ്റ് ഹൗസിന്റെ ഭാർഗവി നിലയം. ഞാനൊരു ത്രാണിയില്ലാത്ത വെറും ഒരു പുളുന്താൻ എസ് ആണെന്ന് ഇവിടുത്തെ പോലീസുകാർക്ക് മൊത്തത്തിലൊരു അഭിപ്രായമുണ്ട്. കാര്യം അത് സത്യമാണ്. എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റും. റാണിയിലെ പുളുന്തൻ എസ്. 2-3 ഇടി ഇടിച്ച് എനിക്ക് അവന്മാരുടെ മുമ്പിൽ ഒന്ന് ഷൈൻ ചെയ്യണം. അതൊക്കെ ഊറും പഠിക്കണ പോലെ നിനക്ക് കൊടുക്കത്ത ആരോഗ്യം. നീ ഒന്ന് എയർ പിടിച്ച് അഡ്ജസ്റ്റ് ചെയ്താൽ മതി പ്ലീസ്. വിരിഞ്ഞല്ല, ഒരു കോടി ഒത്ത് കിട്ടി. ഡീലി എനിക്ക് പിടിച്ച. നീയൊക്കെ റൗഡി സംഘാനിക്കും അല്ലടാ റാസ്കളേ. ஓ மூஞ்சில அடிச்சாரு. അതൊരു കറക്റ്റ് അടിക്കുന്നത്. എന്റെ കൈന്റെ ചൂടറിയതാ. സുധാകര, ശ്യാമളൻ സാർ ஐயோ சீரியஸ் அடிக்கிறாருப்பா. அவனுக்கு தான் நல்லா நடிக்கிறாருடா. എന്റെ പിള്ളേർക്ക് അച്ഛനില്ല. அடி வாங்க
அடி கொடுத்தவனுக்கே விளையாடினா படி வாங்கினவனுக்கு കെട്ടം തിരിയില്ല. സഹിക്കാൻ പറ്റുന്നില്ലടോ. അത്രയും തല്ലുണ്ടായിരുന്നു. അവസാനം കാല് പിടിച്ചപ്പോ നിർത്തി. നാഭിക്ക് മുട്ടുകാല് കൊണ്ട് ഒരു ഇടി ഇടിച്ചിട്ടുണ്ടല്ല. ഇന്ത്യയുടെ താഴെ കിടക്കുന്ന ശ്രീലങ്ക വരെ തകർന്നു പോയടോ. ഈശ്വര, അടുത്തത് പോടോ. ബൈക്ക് സെമ്മ ഇருக்கு. മാറി സാറേ, മാറിക്കേ സാറേ. അപ്പൊ നിക്കേ വിടന്നേ നിക്കപ്പോ ശ്യാമ സാറേ. എന്താ പൊട്ടം കഴിവരെ ഇങ്ങോട്ട് ഇറക്കി വിട്. ഇല്ലെങ്കിൽ സ്റ്റേഷൻ അകത്ത് കയറി ഞാൻ പെരുമാറുവേ. അപ്പൊ വെറുതെ ക്രമസമാധാനം കയ്യിലെടുത്ത് എന്റെ കൈ ചീത്തേക്കരുത്. ഇപ്പൊ ഒരുവനത് കയ്യിലെടുത്തിട്ട് ശരിക്കും കിട്ടിയത്. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. എന്റെ കുടുംബത്തേക്ക് ഞാൻ പറഞ്ഞയച്ച എന്റെ കൂട്ടുകാരനെ അവൻ തല്ലിച്ചതച്ചത്. അവനെ ഞാൻ വെറുതെ വിടില്ല. അവന്റെ നൊട്ടല് ഞാൻ തല്ലി ഓടിക്കും. അവനെ ഇങ്ങോട്ട് ഇറക്കി വിട് സാറേ. വെറുതെ അല്ല നാറി പൊട്ടാൻ കൂടി കഴിവുണ്ടായിരുന്നു അവൻ ഈ ഭൂലോകം കുടിച്ചേനെ. എടാ അമ്പലം വിളിക്കേ, ഇറങ്ങി വേടാ. എടാ അമ്പലത്തിലെ കാശെടുത്തല്ലടാ നീ നാട്ടുകാർക്ക് പലിശ. അമ്പലം വിളിങ്ങി നിന്റെ കൊള്ളപ്പലിശ നാട്ടുകാരെ പ്രാക്കും കൊണ്ടല്ലടാ നിനക്ക് കുട്ടികൾ ഉണ്ടാകാതെ പോയത്. നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ. നിനക്ക് ഇതിന് പോലെ നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. തൽക്കാലം നീ പോപ്പു. അവനുള്ള പണി ഞാൻ കൊടുത്തോളാം. താൻ ഒരുപാട് പുളുത്തു. கோயில் காசு எடுத்து കമ്പനിയാന്ന് എനിക്ക് അറിയാം. താൻ എത്ര കാലം അവനെ അകത്ത് വെക്കുമെന്ന് എനിക്ക് അറിയണമല്ലോ. അവൻ ഇറങ്ങി കണക്ക് തീർത്തിട്ടേ ഞാൻ ഈ നാട്ടിൽ നിന്ന് പോവുള്ളൂ. താൻ അവനോട് എന്ന് പറഞ്ഞേക്ക്. അവൻ വരുന്നൊന്നും കാത്ത ഞാൻ വീടിന്റെ ഉമ്മർ തിരിപ്പുണ്ടെന്ന്. സുഖല്ലേ? എടാ പൊട്ട, എന്റെ കൊച്ച് സിദ്ദിഖി വാങ്ങണ അടി അസൗണ്ട് കൊടുക്കുന്നത്. അടുക്കരുത്. ഞാൻ മാലയ്ക്ക് വേണ്ടി കളി പിടിച്ചവനാണ്. എന്നെ കൊണ്ട് 18ാമത്തെ അടവെടുപ്പിക്കരുത്. ദേ കണ്ടോ? ആനയാണ്. രണ്ട് തെങ്ങെങ്കിലും കുത്തി മറിക്കാതെ അവൻ അടങ്ങില്ല. ചന്ദ്രൻ അവന് പറ്റിയ നല്ലൊരു ഉണക്കത്തങ്ങ. വെറുതെ പുറകെ വരണ്ട. എന്നെ കിട്ടില്ല. ചേട്ടാ വണ്ടി എടുത്തോ. പോലീസ് പിടിച്ച കാറാ. അയ്യോ, സോനി മുടിച്ച് ഞാൻ തരീതാ. ഒളിഞ്ഞു നോക്കുന്നു. അമ്മേ വയറ്. അയ്യോ அடிக்க போறானா? കട്ടെടുത്തടി അതൊക്കെ. സ്ഥിതിക്ക് പക്കത്തില് പെടുക്ക് വിട്ടാളാ. ഹലോ ഹലോ. அப்படிதான் ഇടി നിർത്തിയാലല്ലേ വരാൻ പറ്റുള്ളൂ. അവിടെ നിനക്ക് കുറവുണ്ട്. നിനക്കാ വന്നതല്ലേ ഉള്ളു. കുറഞ്ഞോളൂ. ഈ പൊട്ടന്റെ ഇടിക്ക് ശക്തി കൂടൂന്ന് പറയണത് ശരിയാണ് കേട്ടോ ചന്ദ്ര. പിന്നെ ഇരട്ടകളും കൂടി ആകുമ്പോ പിന്നെ അത് ഡബിൾ ആകും. എനിക്കതല്ല പേടി. നിന്നെ തല്ലിയതിന്റെ പകരം വീട്ടാൻ അച്ചു വീണ്ടും വന്ന് എന്നെ തല്ലുവോ? അവന്മാരുടെ കാര്യമൊന്നും പറയാൻ പറ്റൂല. രണ്ടും ഭ്രാന്തന്മാരാ. അവരുടെ വഴക്ക് മാറിയില്ലെങ്കിൽ ഇടക്കിടക്ക് തല്ലുകൊള്ളുന്ന നമ്മളായിരിക്കും. നിന്റെ അപ്പു എന്ന് തിരിച്ചു പോകുന്ന അറിയാമോ? ഒരാഴ്ചയും കൂടി ഇവിടെ കാണുമെന്നാണ് പറഞ്ഞത്. ഈശ്വര, അപ്പൊ ഇനി രണ്ടും തമ്മിൽ യുദ്ധമായിരിക്കും. പീതാംബര, ഞാൻ വടക്കം ഭാഗത്ത് പിരിവെടുത്തിന്റെ കണക്കെന്നെ ഏൽപ്പിച്ചിട്ടില്ലട്ടാ. എന്തൊരു ചൂട്, വല്ലാത്ത ദാഹം. അതെ അതെ ശരിയാ. പെങ്ങളെ, കുടിക്കാൻ ഇത്തിരി സംഭാരം എടുത്തോളൂ. എന്നാ ഇന്ന് സംഭാവനയായി കിട്ടിയ 8000 ചൂടോടെ ഏൽപ്പിച്ചില്ലെങ്കിൽ എന്റെ കയ്യിൽ ചെലവായി പോകും. ഈ ഗജാഞ്ചി ആയി കഴിഞ്ഞാ വലിയ ടെൻഷനാ. ആ ടെൻഷൻ അടുത്ത കൊല്ലം മുതൽ എനിക്ക് തന്നോളൂ. എന്റെ വീട് പണിയൊന്ന് തീരും. പോടെ അവിടുന്ന്. അപ്പൊ ഇന്നലെ വരെ ഏൽപ്പിച്ച 2,42,000 കൂടെ ഇതുകൂടി ആകുമ്പോ 2,50,000. കറക്റ്റ് അല്ലേ? കറക്റ്റ് അല്ലേന്ന്? കറക്റ്റ് അല്ലേ? ഇന്നെങ്ങനെ ഉണ്ടായിരുന്നു പിരിവ്? പിന്നെ ഉഷാറല്ലേ? ഓ, ഇനിയിപ്പോ നേരെ ഷാപ്പിലേക്കായിരിക്കും. ஆஹா, அந்த இடத்த காமிச்சுக்கிட்டே இருக்காங்க. ആ, ഒരു ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഓക്കെ. ഒരു ഗ്ലാസാ? അവരെന്ത് എടുത്തിട്ട് പോരാ നിனைக்கிறேன். $2,40,000 காலியா? ஜுவல்லரி. ஆமா, அதுவும் காலி. கோவில் காசெல்லாம் போச்சு. അലമാരയിൽ വെച്ചിരുന്ന സ്വർണ്ണ പണം കാണുന്നില്ല. அப்புதான் வேற வேற. நோ 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 நோ. தேர்ட் பார்ட்டி யாரோ. പോയടാ. ജോഷിയുടെ പയ്യൻറിയാ? தெரியல. നാട്ടുകാരുടെ കയ്യിൽ നിന്ന് വിധിച്ച സംഭാവനയും പണയം വെച്ച പണ്ടങ്ങളുവാ. ഇത് ആരോടൊക്കെ സമാധാനം പറയണം. ഈശ്വര, ഇതാരാ ഈ ചതി ചെയ്തത്?
നീ ജയിച്ചു എന്ന് വിചാരിക്കണ്ടടാ, നിനക്ക് ഇതിന് പകരം നല്ല അസ്ഥന് പണി ഞാൻ തന്നിരിക്കും. അല്ലെങ്കിൽ എന്റെ പേര് അപ്പോന്നല്ലടാ. அப்ப அப்பு இல்ல. അപ്പോ நீ சொன்னது கரெக்ட் தான். அப்பு இல்ல. പണി തന്നിട്ട് പോകുന്നു പറഞ്ഞതാ. വലിയ ചതിയായി പോയി. ഒരു പണി തന്നിട്ട് പോകുന്നു പറഞ്ഞത് ഇങ്ങനെ ഒരു പണിയാകുന്നു ഞാൻ വിചാരിച്ചില്ല. അതെ, കൂടപ്പുറപ്പാണ് നോക്കണ്ട, ഇത് കേസാക്കണം. പിന്നെ പോലീസുകാർ തെളിയിച്ചോളൂ. നേരിട്ടൊന്നും കാണാതെ അവനാണെന്ന് തീർത്തു പറയാതെ അച്ചു. തലയുടെ അടിയിലിരുന്ന താക്കോലെടുത്ത് അലമാര തുറന്നിരിക്കുന്നത് ഇവിടെ അടുത്ത് പെരുമാറുന്നവരല്ലാതെ. അല്ലെങ്കിൽ തന്നെ ഉത്സവ കമ്മിറ്റിയിൽ നമുക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. അവരോടൊക്കെ ഇനി എന്ത് മറുപടി പറയാനാ? നിങ്ങൾ അണ്ണനും തമ്മിൽ തമ്മിലുള്ള വഴക്കൊന്നും കമ്മിറ്റിക്ക് അറിയേണ്ട കാര്യമില്ല. தெரிஞ்சவங்க யாராவது നാട്ടുകാരിൽ നിന്ന് പിരിച്ചെടുത്ത 2,50,000 രൂപയുടെ ഉത്തരവാദിത്വം അച്ചു പറഞ്ഞേ പറ്റൂ. அவர் உள்ள இருக்கிறத வச்சு யூஸ் பண்ணி தான் எடுத்துட்டாங்க. കാശടിച്ച് മാറ്റിയിട്ട് ഇവൻ ചുമ്മാ നമ്മളെ മണ്ടന്മാരാക്കാന്നേ. ജോജു. കൊടുത്തോണം. പറഞ്ഞ സമയത്ത് തിരിച്ചുവിടാൻ വന്നപ്പോ ഒരു കള്ളക്കഥ ഉണ്ടാക്കി. യഥാർത്ഥ കള്ളം വേറെ ആരുമല്ല, ഇവൻ തന്നെയാ. ക്ഷമിക്കുന്നതിനൊരു അതിനൊക്കെ ഉണ്ട്. വെറുതെ അനാവശ്യം പറഞ്ഞാലുണ്ടല്ല, കമ്മിറ്റിയാണെന്നൊന്നും ഞാൻ നോക്കൂല. നീ എന്ത് ചെയ്യടാ? കട്ടുമുടിച്ചിട്ട് അഹങ്കാരം പറയാൻ നിന്റെ നട്ടിൽ ഞാൻ ചവിട്ടി പിടിക്കും. അച്ചുവേട്ടനെ കുറിച്ച് ഇന്നവരെ ഈ നാട്ടിൽ ഒരു പരാതി ഉണ്ടായിട്ടില്ല. പൂർവ്വ വൈരാഗ്യം വെച്ച് വെറുതെ കാര്യങ്ങൾ മൂപ്പിക്കല്ല. നീയൊക്കെ നാട്ടുകാരെ കാശെടുത്താക്കിയിട്ട് ഞങ്ങൾ പിന്നെ ഉണ്ടായിരിക്കോടാ. നിന്റെയൊക്കെ ചെപ്പയ്ക്കൊന്ന് തന്നിട്ട് വേണം സംസാരിക്കാൻ. എന്റെ ഭാരത, നിങ്ങൾ വെറുതെ പ്രശ്നം ഉണ്ടാക്കല്ലേ. എല്ലാത്തിനും നമുക്കൊരു പരിഹാരം ഉണ്ടാക്കാം. കേസൊന്നും ഉണ്ടായി. കാശെണ്ണി വെക്കാതെ ഈ പൊട്ടനെ ഈ കമ്മിറ്റി വരുന്ന പ്രശ്നമില്ല. അത് ഭരതം പറഞ്ഞു. അതെ, അച്ചു ഇങ്ങനെ ഉണ്ടായിരുന്നാൽ എങ്ങനെയാ? எனக்கு வந்து கமிட்டி இந்த மாதிரி எல்லாம் வந்து സമാനം പറഞ്ഞു നോക്കൂ. അച്ഛന് വിഷമം തോന്നിട്ട് കാര്യമില്ല. ഈ മോഷണ കഥ വിശ്വസിക്കാൻ ഞങ്ങൾക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് സത്യമുള്ള കാശ. ഇവിടുത്തെ ദേവിക്ക് നാട്ടുകാരോട് കാണിക്കയാ. கமிட்டில இருந்து யூஸ் இல்ல. നിന്റെ കുടുംബം ബന്ധു വെണ്ണീറായി പോവും. സത്യം പറ, നീ ആ കാശെടുത്ത് മറിച്ചതാണോ? ആണെങ്കിൽ തുറന്ന് സമ്മതിച്ചോളൂ. ജീവനുണ്ടെങ്കിൽ ഒരാഴ്ചക്കകം കാശ് തരാന്നാ അച്ചു പറഞ്ഞത്. ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. ഇനി പണയപ്പണ്ട എടുപ്പിക്കാൻ അച്ചുവേട്ടന്റെ വീട്ടിലോട്ട് നാട്ടുകാരെപ്പോഴും ഇളകി വരുന്നെന്ന് പറയാനും പറ്റില്ല. കാശുണ്ടെങ്കിൽ ഒരു പടി വേറെ വാങ്ങിച്ചു കൊടുക്കാം. പക്ഷെ കാശിനെന്താ വഴി? അപ്പൂനോടാ. അപ്പൂനോട് എങ്ങനെ വാങ്ങാനാ? എങ്ങോട്ട്? പൊള്ളാച്ചിക്ക്. പൊള്ളാച്ചി ചെന്ന് അവൻ ഉണ്ടാവുന്ന എന്താണ് ഉറപ്പ്? ആള് പൊള്ളാച്ചി തന്നെ കാണും. അവിടെ ഒരു തമിഴത്തി പെണ്ണുമാറ്റി കൊളുത്തി കിടക്കുന്ന ഗോവിന്ദൻ പറഞ്ഞത്. ആ തമിഴത്തി അവിടെ ഉണ്ടെങ്കിൽ അപ്പോൾ അവിടെ തന്നെ കാണും. ஓ, அவங்க தமிழ் லத்தீன்றாங்க, நம்ம தமிழ் லட்சின்னு. சித்தப்பா தானடா, ஏன்டா இப்படி பாக்குற? ஐயோ, இந்த அடிப்பட்ட காலை வச்சுக்கிட்டு ஓ, எதுக்கு பின்னாடி சுத்துறீங்க? அதெல்லாம் பார்த்தா இந்த சித்தப்பாக்கு வெளி வரவே முடியாது. இந்த போடியில எங்கேயாவது ஒரு பிளாஸ்டர் இருக்கும். அதுதான் என் விதி. நீ போமா, உன் பிறந்த நாள் அல்லவா, நல்லா சாமியை கும்பிடு. போ 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 போ, போமா. வாடா. கண்ணா, Bird. அவன் நீ பத்திரமாய் பாத்துக்கோப்பா. போ போ போ. அவன் கண்டிப்பா இன்னைக்கு இங்க வரும். அவனை எங்க பார்த்தாலும் துண்டம் துண்டமாய் வெட்டிடு. போ. ஐயோ, போச்சு, அச்சு வர போறாங்க அப்பூ பேலா. என்ன முத்துச்சாமி, கோவில் ஒரு கல்யாணம் இருக்கு. சரி 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 சரி, போய் நல்லா வா. சரிங்க ஐயா. வாங்கடா, போ போ. மலையாளி தான் யாரும் டப் பண்ணிருக்காங்க அவங்களுக்கு தமிழ்ல. இன்னும் ஒரே புகையா இருக்கு. அக்கா, கோயில் அந்த இது பார்த்தா போனாங்களா? யார் மாமாவா இல்ல? முத்துச்சாமி அழகா கல்யாணம் நடக்க போதா மலை? இருக்கலாமா? அண்ணா, இவங்க கல்யாணம் தான். சித்தப்பா லட்டு கல்யாணம் முடிஞ்சாச்சு. வாயில வச்சுட்டானா? நீ எதுக்கடா லட்டு கொடுக்கணும்? பொண்ணு நமக்கு ரொம்ப முக்கியமான ஆளு. மாப்பிள்ளை உங்களுக்கு முக்கியமான ஆளு. யாரடா அவங்க? பொண்ணு என்னுடைய அக்கா, மாப்பிள்ளை இவங்க enemy அப்பு. அவன் யாரா சிரிக்கிறான்? இதான் தம்பிக்கு என்னத்தை கொடுத்து கரெக்ட் பண்ணாரு? தம்பி இவ்வளவு ஹாப்பியா இருக்காரு. கல்யாணம் முடிஞ்சு அவ்வளவுதானா? அவரே வைக்கப்பட்டாரு. அதான பார்த்தேன் அந்த டைலாக் இன்னும் வரலன்ட்டு. இந்த டைம்ல எல்லாம் டே பிடிக்கணும் டைலாக் இல்லாம எந்த படமே இருக்காது. എന്ത് പൂരം കാണാൻ നിൽക്കാണ്? വീട്ടിൽ പോടാ ചിത്തപ്പ. ഞങ്ങളെ ഹണിമൂണ് കഴിഞ്ഞിട്ട് വന്നേക്കാം കേട്ടാ. ടാ, ടാ.
அவ்வளவு இவரு போறாரு அவர் வர போறாரு. அச்சு வர போறாரு. சேவல் கன்ஃபார்ம் இது கோயம்புத்தூர் தான். இந்த குரூப் வந்து லட்சுமி இருக்கா? ஐயோ லட்சுமி ராய் ராங் டைமிங்ல நீங்க வெளில வந்திருக்கீங்க. ஹாப்பி மார்னிங் எந்திரிச்சவங்கள கிட்னாப் பண்ணிட்டு போறாங்க. தம்பி எந்திரிங்க தம்பி, யாரு நீங்க? ஐயோ ரொம்ப லேட், ரொம்ப தப்பு போட்டானுங்க. ஆனா இவனுக்கு உள்ளூர் கேங் மாதிரி இல்லைடா. இல்ல இவர் ஸ்டார்டிங்ல இருந்த இனிமையா கண்டுபிடிக்கலாம் ஹீரோ. இல்ல அவன் ஏற்கனவே வந்தான். ஆமா பார்த்தேன், ஆனா மறந்துட்டேனா. அச்சு மாமாவும் இன்ட்டு வர போறோம். ഇതാണ് അണ്ണന്റെ മെയിൻ താവളം. ഇവിടെയുള്ള ഏത് ചന്ത പിള്ളാരോടും പൊള്ളാച്ചി അപ്പൂന്ന് ചോദിച്ചാ മതി, അപ്പ അണ്ണനെ കാണിച്ചു. அந்த பொள்ளாச்சி அப்புன பாத்திருக்க? ஏண்டா ஓரஞ்சு அப்பு பக்கத்து பாடா. வணக்கம்ண்ணா. ഇങ്ങോട്ട് വന്നേ, ഇങ്ങോട്ട് നടക്ക്, നടക്കങ്ങട്. നീ ഉള്ള ഉட்காரு. ഞങ്ങളോട് നടന്നാ ശരിയാവില്ല. പറ പട്ടിന്നാ കുറച്ച് കടിച്ചു പറിക്കുമെന്നാണ്. ഈ തമിഴ്ல அஜித்துக்கு இந்த மாதிரி ஒரு சீன் இருக்கும். அண்ணன் தம்பி ஒரே மாதிரி இருப்பாங்க. இப்ப அப்புக்கு என்னடா ஆச்சு? பார்ட் 2 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 3ல சந்திப்போம். நன்றி, வணக்கம்.